നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു ഡിന്നർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഡിന്നർ ഐറ്റമാണ് നിങ്ങളെയും കാണിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന സത്യമാണ്, ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസാണ് നിങ്ങളെയും കൂടെ കാണിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ മട്ടൻ സ്റ്റൂവും പാലപ്പവുമാണ്. അപ്പോൾ ഇതിൽ പാലപ്പം ഞങ്ങൾ ഉണ്ടാക്കാം, മട്ടൻ സ്റ്റൂ ഉണ്ടാക്കണമെന്ന് ഒന്ന് രണ്ട് പേരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മട്ടൻ കറി പോസ്റ്റ് ചെയ്ത സമയത്ത് മട്ടൻ സ്റ്റൂ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞാൻ മട്ടൻ സ്റ്റൂ നിങ്ങൾ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ മട്ടൻ സ്റ്റൂവിനിപ്പോൾ ഞാൻ ആദ്യം കുക്കറിൽ വേവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് 1 കിലോ മട്ടൻ വെച്ചിട്ടുണ്ട്. 1 കിലോ മട്ടന് ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമ്മളിപ്പോൾ അധികം ഒന്നും ചേർക്കുന്നില്ല, അതൊന്ന് വേവിച്ചെടുക്കേണ്ട പരിപാടിയാണ്. ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിക്കും, കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. ഇത് മാത്രമേ, പിന്നെ വെള്ളം ചേർക്കും. ഇത്ര മാത്രമേ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുകയാണ്. കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് മട്ടൻ ഇതിലേക്ക് ഇടുക കേട്ടോ. 1 കിലോ മട്ടൻ കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഒരു ടീസ്പൂൺ വിനാഗിരി കേട്ടോ. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തു. 1 ടീസ്പൂൺ കണക്കാക്കി തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ടേ. എന്തായാലും സ്റ്റൂ ആകുമ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ചേർക്കും. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് തൽക്കാലം ഇടുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ മട്ടൻ കുറച്ച് മുറ്റിയ മട്ടനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 8 വിസിലെങ്കിലും ഇത് നമ്മൾ അടിക്കേണ്ടി വരും കുക്കറിൽ. അപ്പോൾ 8 വിസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് തീരെ അങ്ങോട്ട് പേസ്റ്റായി പോകും. അപ്പോൾ ഞങ്ങളൊരു 4 വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് ഇടേണ്ട പരിപാടിയിലാണ്. നിങ്ങൾക്ക് കിട്ടുന്ന മട്ടൻ വേവ് ഒരു 5 വിസിലൊക്കെ വേകുന്ന മട്ടൻ ആണെങ്കിൽ അത് തന്നെ ഉരുളക്കിഴങ്ങ് കൂടി ഇടുക കേട്ടോ. ഞങ്ങളിപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മട്ടൻ സ്റ്റൂവിൻ്റെ വിഭവങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മട്ടൺ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8 വിസിൽ ഞാൻ വേവിച്ചിട്ടുണ്ട്. 8 വിസിൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 4 വിസിൽ കഴിഞ്ഞ് ഞങ്ങൾ പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 പൊട്ടറ്റോ എടുത്തു, അതും കൂടി ആഡ് ചെയ്തു മൊത്തം 8 വിസിൽ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് 2 വലിയ സവാള ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പച്ചമുളക് ഒരു 10 എണ്ണം, കാരണം വേറെ എരിവ് നമ്മൾ ചേർക്കുന്നില്ല. പച്ചമുളക് 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് മെയിനായിട്ടാണ്. തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ഒരു തേങ്ങയുടെ പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു തേങ്ങയുടെ പാലിൽ 1/2 കപ്പ് ഒന്നാം പാലും 1/2 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഞങ്ങൾ മൈദ എടുത്തിട്ടുണ്ട്. മൈദയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ഉപയോഗിക്കാം കേട്ടോ. ഇതേ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയാണ് ഇതിനാവശ്യമായ പിന്നെ ഒരു കാര്യം മറന്നുപോയി, ജിഞ്ചർ ഗാർലിക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഇതിനാവശ്യമായ വിഭവങ്ങൾ. നമുക്ക് ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാനൊരു പാൻ അടുപ്പത്തിലേക്ക് വെക്കുകയാണ്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ കണക്കായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ സാധനം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ പൊടിക്കാതെ വെച്ചത് നേരത്തെ. ഒരു 5 ഏലക്കായ, ഒരു കഷ്ണം, 2 ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പൂ, പിന്നെ അത് കൂടാണ്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കലിട്ട്. ഓക്കെ, ഒന്ന് ചതഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കുക ചെറുതായിട്ട്. നമ്മൾ വേണമെങ്കിൽ അല്പം ഗരം മസാല അവസാനം ചേർക്കും കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കുക. 2 വലിയ സവാളയാണേ. സവാള ഇട്ടു. നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ഒരു 10 പച്ചമുളക് ആണ്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യണം. ഞങ്ങൾ 10 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം മറന്നു, നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. ഞാൻ പറഞ്ഞു ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതൊരു ഇളം ബ്രൗൺ നിറമാകുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ
നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒരു ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. 2 തണ്ട് കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൈദ മാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കൊഴുപ്പ് കിട്ടാണ് കേട്ടോ കറിക്ക്. മൈദ മാവ് ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിനി ആ മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ വേവിച്ച മട്ടൺ ഉണ്ടല്ലോ, ഇവിടെ ഇരിപ്പുണ്ട്, നന്നായിട്ട് വെന്തിരിപ്പുണ്ട് മട്ടൺ. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. സ്റ്റൂവിൻ്റെ മിക്സൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഈ മട്ടൺ ഇപ്പോൾ 8 വിസിലിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് 2ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക എല്ലാം കൂടെ. 1.5 കപ്പ് തേങ്ങയുടെ 2ാം പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. നമ്മുടെ മട്ടൺ സ്റ്റൂ ഇപ്പോൾ 5 മിനിറ്റ് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് കേട്ടോ. ഒന്ന് നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട് കറി. അടിപൊളി ലുക്കില്ലേ ഇപ്പോൾ തന്നെ. ഈ സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ മാറ്റി വെച്ച് തൊഴിച്ച് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് 1ാം പാലാണ്. തീ പരമാവധി കുറച്ച് കൊടുക്കുക കേട്ടോ. 1ാം പാൽ ഒഴിച്ച് ഒത്തിരി തിളക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി, വളരെ കുറച്ച് മതി. നമ്മൾ കുറച്ച് ആദ്യം സ്പൈസസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കണക്കാക്കി കുരുമുളകും കൂടെ. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. നമ്മൾ ഉപ്പ് നോക്കാൻ മറന്നുപോയി. നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ അതുകൊണ്ട് അടി കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ കണക്കാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റൂ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ മഞ്ഞളൊന്നും ചേർക്കില്ല, അങ്ങനെ ഈ വൈറ്റ് കളറിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് വെക്കുക. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിംഗ് സെഷനിൽ വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ടൈമാണ് ഇത്. ഞാൻ പറഞ്ഞതുപോലെ പാലപ്പം പ്ലസ് മട്ടൺ സ്റ്റൂ റെഡിയാണ്. മട്ടൺ സ്റ്റൂ കുറച്ചും കൊണ്ടായിരുന്നു, കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ, കുറച്ച് അധികം ആയതുകൊണ്ട്. സോ നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഒന്നുണ്ട് കണ്ടോ. ശരിക്കും ഞങ്ങളുണ്ടാക്കുന്ന മട്ടൺ സ്റ്റൂ എങ്ങനെ ഇരിക്കുക. എടുക്കുക, സ്റ്റൂ എടുക്കുക, കഴിക്കുക. റിയലി അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ കുറേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, കാരണം എൻ്റെ വൈഫ് വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണിത്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ സ്റ്റൂ നിങ്ങൾക്ക് കിട്ടും. ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക, ഞാൻ ഗ്യാരണ്ടി. സോ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.